നെറ്റിപ്പട്ടം കിട്ടിയ കൊമ്പന്മാര് ഗ്രാമവീഥികളിലൂടെ നടന്നു വരുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അവന്മാരെ പന്തലിന് മുന്നിൽ നിരന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാനേ തോന്നൂല. മഴ നൈസായിട്ടൊരു പണി വന്നപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. അപ്പോഴേക്കും വെടിക്കെട്ടിൻ്റെ യുവരാജാവ് അവിടുത്തെ ആദ്യത്തെ തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. മേഘങ്ങൾ കൂടുകൂട്ടിയ ആകാശത്തിൽ പിന്നെ വർണ്ണങ്ങളുടെയും കോട്ടകളുടെയും ഒരു മേളം തന്നെയായിരുന്നു അവിടെ. നേരത്തെ ഉണ്ടായ പേടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മഴ ഒരു വില്ലനായിട്ട് അവിടെ അവതരിക്കുന്നു സത്യത്തിലാരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടാൻ അവിടെയുള്ള ഓരോ മനസ്സ് മന്ത്രിച്ചപ്പോഴും മഴ തൻ്റെ രൗദ്രഭാവം കാട്ടിക്കൊണ്ടേയിരുന്നു. വെടിക്കെട്ടിൻ്റെ ഈറ്റില്ലത്ത് ഇനിയൊരു തിരി കത്തില്ലെന്ന് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു. കാത്തിരുന്ന് മടുത്തപ്പോൾ ഇത്തിരി നേരം തായമ്പക ആസ്വദിക്കാമെന്ന് കരുതി. രാത്രി മുഴുവനും മഴ തൻ്റെ താണ്ഡവം ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. നേരം വെളുത്തപ്പോഴും എല്ലാവർക്കും നിരാശ തന്നെ. പാടം മുഴുവൻ ഏകദേശം വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം. എന്നാൽ പ്രവചനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്റ്റെബിൻ ചേട്ടൻ തൻ്റെ സംഹാരതാണ്ഡവ കണ്ണമ്പ്രയുടെ പാടത്ത് ആടിയപ്പോൾ കണ്ടു നിന്നവൻ്റെ ഓരോരുത്തൻ്റെ രോമം എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ടടിച്ച്. 18 വർഷം കാത്തു നിന്ന് കപ്പടിച്ച് RCBയേക്കാൾ സന്തോഷമായിരുന്നു എല്ലാവരുടെ മുഖത്ത്. വേല അതിൻ്റെ കുട്ടിക്കലാശത്തിലേക്ക് ഏകദേശം നീങ്ങി തുടങ്ങി. എല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരുന്നു കണ്ണമ്പ്രയുടെ ഓരോ പുൽക്കൊടിയെയും വീണ്ടും കുലുക്കിക്കൊണ്ട് യുവരാജാവിൻ്റെ വക ഒരു മാസ് ഐറ്റം. നല്ല കിഡിലൻ ഡൈനകളായിരുന്നു പൊട്ടിച്ചത്. വെടിക്കെട്ട് കുറച്ചുകൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. എന്നാൽ ഓഫീസിൽ നിന്ന് മുതലാളി ചവിട്ടി പുറത്താക്കുന്നുള്ള അധിക ഭയത്താൽ ഞാൻ ഏകദേശം നാട് നീങ്ങാൻ തീരുമാനിച്ചു. അടുത്ത വർഷം എന്തായാലും ഈ മണ്ണിൽ വീണ്ടും എത്തണമെന്ന് ഉറപ്പിച്ചുകൊണ്ട്.